ഞാനിപ്പോൾ ഉള്ളത് നൈജീരിയയിലെ ലാഗോസിലെ ഇക്കീജ എന്നൊരു സ്ഥലത്താട്ടോ. ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയയാണിത്. ഒരുപാട് ഇന്ത്യക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. നൈജീരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ബാക്കിലാട്ടോ. ഒരു 30 വർഷത്തോളം ബാക്കിലുള്ള ഇത്രത്തോളം ബാക്കിലാണ്. ഇവിടെ എന്താ പറയുക, കറപ്ഷൻ കൂടുതലുണ്ടായതുകൊണ്ട് ഇത്രത്തോളം ഒരു ബാക്കിൽ പോയത് കേട്ടോ. കാരണം ഇവർക്ക് ഒരുപാട് പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ കറപ്ഷൻസ് കൂടുതലുണ്ടായതുകൊണ്ട് രാജ്യം ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകാതെ ഇങ്ങനെ റിവേഴ്സുകളിലുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു റെസിഡൻസിലേക്ക് ഇങ്ങനെ നടക്കാൻ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്താ പറയുക, അത്രത്തോളം ഈ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതായിരുന്നു അത്രത്തോളം ഡേഞ്ചറസ് ഒന്നുമല്ല കേട്ടോ. എല്ലാ ഏരിയയിലൊന്നും ഡേഞ്ചറസ് ഏരിയ ഒന്നുമില്ല. ഇവിടെയൊക്കെ ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയയാണ്. ചില ഏരിയകൾ ഉണ്ടെന്ന് നടന്ന് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ള, പക്ഷേ ഇവിടെ ഒന്നും അത്ര പ്രശ്നമില്ല. കാരണം ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഒരുപാട് ഇന്ത്യൻസും മലയാളീസൊക്കെ ഉള്ള ഏരിയയാണ് ഈ ഇക്കീജ എന്ന് പറഞ്ഞ സ്ഥലത്തോ. ഈ ഇക്കീജയിൽ മലയാളി അസോസിയേഷനൊക്കെ ഉണ്ട്. ഏകദേശം 700ഓളം മെമ്പർമാർ ആ അസോസിയേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ഓണാഘോഷം, അതുപോലെ ക്രിസ്മസ്, അങ്ങനത്തെ ഓരോ എന്താ പറയുക ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. മലയാളി അസോസിയേഷൻ്റെ കീഴിൽ ഒരു മലയാളിയെ പരിചയപ്പെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞാണ് മലയാളി. നമ്മളിവിടെ ഭൂപ്രകൃതിയൊക്കെ നമ്മുടെ നാട് വരുത്തുന്നുണ്ടോ. ഇവിടെ വാഴയുണ്ട്, മാവുണ്ട്, കറിവേപ്പില, അങ്ങനത്തെ തെങ്ങുണ്ട് ചില ഇടങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ അങ്ങനെയാണ്. നമ്മുടെ നാടുമായിട്ടുള്ള ഏകദേശം സാദൃശ്യമൊക്കെ ഇവിടുത്തെ മണ്ണിനൊക്കെ. ഇവിടുത്തെ ഒരു ഷോപ്പാണ് ഉണ്ടല്ലേ, ചെറിയൊരു ഗ്രോസറിയാണ്. ഇത് ഈ പിയോസിൻ്റെ ഇതില്ല അവിടെ. അത് ഇപ്പം നമുക്ക് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡ് കൊടുത്താൽ നമുക്ക് ക്യാഷ് അവർ തരും. ഇവിടുത്തെ റോഡൊക്കെ ഉണ്ടല്ലോ, റോഡൊക്കെ വളരെ മോശമാട്ടോ. വികസനം എന്ന് പറഞ്ഞത് ഇങ്ങനെ എത്തിയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞത് നമ്മളെ നാടിനെക്കാട്ടിയും എത്രയോ വർഷങ്ങൾ ബാക്കിലാണ് ഇവിടെ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ചെറിയ വിവരണം.